2016 നവംബർ 8 രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രഖ്യാപനം രാജ്യത്തെ ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ അടിമുടി ഉലച്ചു. അതിലെ ചില വാക്യങ്ങൾ സീറോ മലബാർ സഭയിലെ സമകാലിക അവസ്ഥയുമായി പാരഡി പോലെ നന്നായി ഇണങ്ങുന്നവയാണ് എന്ന് എനിക്ക് തോന്നി. ഈ അവതരണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സീറോ മലബാർ സിനഡ്, മെത്രാൻമാർ, ജോർജ് പുല്ലാട്ട് എന്നിവരുടെ വാക്കുകൾ ഇടകലർന്നു വരുന്നുണ്ട്. അല്പം ശ്രദ്ധിച്ചാൽ വ്യതിരിക്തത മനസ്സിലാകും. നോക്കാം. സഹോദരി സഹോദരന്മാരെ, ഭായിയും ബഹനവും, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, വികസനത്തിലേക്കുള്ള ഓട്ടത്തിൽ നമ്മെ പിന്നോട്ടടിക്കുന്ന വ്രണങ്ങളാണ് അഴിമതിയും കള്ളപ്പണവും തീവ്രവാദവുമെന്ന് വർഷങ്ങളായി ഈ രാജ്യം അനുഭവിച്ചറിയുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പിന്നോട്ടടിക്കുന്ന വ്രണങ്ങളാണ് വിശ്വാസരാഹിത്യവും അഹന്തയും അനുസരണക്കേടും എന്ന് നാളുകളായി ഈ സഭ അനുഭവിച്ചറിയുന്നു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തീവ്രവാദമാണ്. അത് ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാവുന്നതല്ല. സീറോ മലബാർ സഭ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി വൈദികരുടെ അനുസരണക്കേടാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ കാരണമായ ആദ്യ പാപം അനുസരണക്കേടാണ്. അവർ അഹന്ത കാണിച്ചില്ല. എന്നാൽ അതിനു മുൻപ് മാലാഖമാരുടെ അഹന്തയെ ദൈവം ശിക്ഷിച്ചിരുന്നു. ദൈവം ആദ്യമായി ശിക്ഷ വിധിച്ച 2 പാപങ്ങൾ അഹന്തയും അനുസരണക്കേടും. അവയാണ് എറണാകുളത്തെ വൈദികരെ വിമതർ എന്ന് പേരിട്ട് അടയാളപ്പെടുത്താൻ കാരണമായത്. എന്ന് വെച്ചാൽ ദൈവം പോലും ക്ഷമിക്കാത്ത കൊടും പാപികളാണ് എറണാകുളത്തെ വിമത വൈദികർ എന്ന് പറയേണ്ടി വരും. യേശുവിന്റെ ശരീരമാകുന്ന തിരുവോസ്തി കയ്യിലെടുത്ത് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ദിവസവും പരസ്യമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, കുർബാന ചൊല്ലൽ പോലും പാപമാക്കിക്കൊണ്ടിരിക്കുന്ന, കുർബാന ചൊല്ലുന്നത് പോലും വിശ്വാസികളെ ദ്രോഹിക്കാൻ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്ന ഇവരെ വിശ്വാസികൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? തീവ്രവാദം കടുത്ത ഭീഷണിയാണ്. അതുമൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വൈദികരുടെ അനുസരണക്കേട് സഭയിലെ കടുത്ത ഭീഷണിയാണ്. അതുമൂലം അനേകം വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അവർക്ക് ഇടർച്ചയുമുണ്ടായി. സഭയിൽ ഭിന്നിപ്പുണ്ടാക്കിയതും അവർ തന്നെ. എന്നാൽ ഈ ഭീകരർ തങ്ങളുടെ പണം എങ്ങനെ നേടുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുക്കൾ വ്യാജ കറൻസി നോട്ടുകൾ ഉപയോഗിച്ചാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർ വർഷങ്ങളായി ഇത് തുടരുന്നു. ഈ വിമത വൈദികർ എങ്ങനെയാണ് ഇത്രയും ആഡംബരത്തോടെ ജീവിക്കുന്നതെന്നും എവിടെ നിന്നാണ് ഇവർക്ക് പണം വരുന്നതെന്നും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സഭയെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന ബാഹ്യശക്തികളും സേവ് എ ഫാമിലി എന്ന പേരിൽ ഹാവ് എ ഫാമിലി നയം പുലർത്തുന്ന ആന്തരിക ശക്തികളുമാണ് ഈ വിമത പ്രവർത്തനങ്ങളുടെ പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം. വർഷങ്ങളായി ഇത് തുടരുന്നു. 500-ന്റെയും 1000-ന്റെയും വ്യാജ നോട്ടുകൾ ഉപയോഗിക്കുന്നവരെ പിടികൂടുകയും കള്ളനോട്ടുകൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. സഭയുടെ സ്വത്തുക്കൾ മോഷ്ടിച്ചവരെയും ആഭിചാര കുർബാന ചൊല്ലുന്നവരെയും കോലം കത്തിക്കുന്നവരെയും അവിഹിത ബന്ധങ്ങളിൽ അഭിരമിക്കുന്നവരെയും പറ്റി മെത്രാന്മാർക്കും വൈദികർക്കും വിശ്വാസികൾക്കും അറിയാം. എങ്കിലും എല്ലാം രമ്യമായി എഴുതിത്തള്ളുക എന്നതാണ് സിനഡിന്റെ പ്രഖ്യാപിത ശൈലിയെന്നും ഈ നാട്ടുകാർക്കറിയാം. ഒരു വശത്ത് ഭീകരതയുടെ പ്രശ്നം, മറുവശത്ത് അഴിമതിയും കള്ളപ്പണവും ഉയർത്തുന്ന വെല്ലുവിളി. അധികാരമേറ്റയുടനെ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ട് ഞങ്ങൾ അഴിമതിക്കെതിരായ പോരാട്ടം ആരംഭിച്ചു. ഒരു വശത്ത് അനുസരണക്കേടിന്റെ വിഷവിത്തുകളായ വിമതരുടെ പ്രശ്നം, മറുവശത്ത് സഭയോടൊപ്പം നിൽക്കുന്ന സത്യവിശ്വാസികളുടെ മുറവിളി. ഇതെല്ലാം കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സഭയിലെ പ്രശ്നങ്ങളും കാനൂൺ നിയമങ്ങളും സംബന്ധിച്ച അറിവുള്ള ഫാദർ ജെയിംസ് പാമ്പാറ, ബിഷപ്പ് മാത്യു മൂലക്കാട്ട് എന്നീ പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ട്രിബ്യൂണൽ സ്ഥാപിച്ചു. എങ്കിലും അത് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ സിനഡ് തന്നെ അനുവദിച്ചില്ല. അഴിമതി, കള്ളപ്പണം, ബിനാമി സ്വത്ത്, തീവ്രവാദം എന്നിവയ്ക്കെതിരായ ഈ പോരാട്ടം തുടരണമെന്ന് സത്യസന്ധരായ പൗരന്മാർ ആഗ്രഹിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കട്ടിലിനടിയിൽ കോടികളുടെ കറൻസി നോട്ടുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന വാർത്തകൾ കേട്ട് സത്യസന്ധനായ ഏത് പൗരനാണ് വേദനിക്കാത്തത്? വൈദികരുടെ അഴിമതി, അനുസരണക്കേട്, മോഷണം, ആഭിചാര കുർബാന, ദൈവനിന്ദ, പോക്സോ കേസുകൾ, കുമ്പസാരക്കൂടിന്റെ ദുരുപയോഗം, സ്പോയിൽ മെനി ഫാമിലീസ്, ഹാവ് മെനി ഫാമിലീസ് നയങ്ങൾ
പള്ളിമേടയിലെ സ്ത്രീകളുടെ രഹസ്യ താമസം, വിശ്വാസികൾക്കെതിരെ മെത്രാൻ നടത്തുന്ന കോടതി കേസുകൾ എന്നിങ്ങനെ എണ്ണമറ്റ കുറ്റകൃത്യങ്ങൾ കണ്ടിട്ട് വേദനിക്കാത്ത സത്യവിശ്വാസികളുണ്ടോ ഇവിടെ? അഴിമതിയുടെയും കള്ളപ്പണത്തിന്റെയും പിടി തകർക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന 500 രൂപയുടെയും 1000-ന്റെയും കറൻസി നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ, അതായത് 2016 നവംബർ 8 അർദ്ധരാത്രി മുതൽ ഈ നോട്ടുകൾ ഇടപാടുകൾക്ക് സ്വീകാര്യമല്ല. ദേശവിരുദ്ധരും സാമൂഹിക വിരുദ്ധരും പൂഴ്ത്തിവെച്ചിരിക്കുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ വിലയില്ലാത്ത കടലാസ് കഷണങ്ങളായി മാറും. നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള സിനഡിന്റെ തീരുമാനം 2021 നവംബർ 28 നിലവിൽ വന്നതാണ്. നമ്മുടെ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് തന്നെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സിനഡിന്റെ തീരുമാനം അനുസരിച്ച് നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ പിതാവും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയവും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കത്തോലിക്ക സഭയുടെ നിയമാനുസൃതമായ അധികാരം ഉപയോഗിച്ചാണ് ഏകീകൃത രൂപത്തിലുള്ള വിശുദ്ധ കുർബാന പ്രഖ്യാപിച്ചത്. 2021 ഓഗസ്റ്റ് 27 സർക്കുലർ പ്രകാരം ഏകീകൃത രൂപത്തിലുള്ള വിശുദ്ധ കുർബാന നടപ്പിലാക്കാൻ സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചു. വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രൂപത്തിന്റെ പ്രയോഗത്തെക്കുറിച്ച് എല്ലാ വൈദികരും, സന്യസ്തരും, അൽമായരും നിങ്ങളുടെ സഭയുടെ മഹത്തായ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നതിനുള്ള ഏകീകൃത രീതി വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് വിഭജിച്ച് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ഭിന്നത സൃഷ്ടിക്കാൻ കഴിയില്ല. അപവാദത്തിന്റെ ഉറവിടമാകാൻ നമുക്ക് സ്വയം അനുവദിക്കാനാവില്ല. സഭ കൂട്ടായ്മയാണ്. കൂട്ടായ്മ ഇല്ലെങ്കിൽ സഭയില്ല. അതൊരു വിഭാഗം മാത്രമായിരിക്കും. വർഷങ്ങളായി കൂട്ടായ്മയുടെ മാതൃകകളും യഥാർത്ഥ അധ്യാപകരുമാകേണ്ട ചിലർ, കൂടുതലും പുരോഹിതന്മാർ, സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരി സഹോദരന്മാരെ, അവരെ പിന്തുടരരുത്. സത്യസന്ധരും കഠിനാധ്വാനികളുമായ ആളുകളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. 100, 50, 20, 10, 5, 2, 1 രൂപ എന്നിവയുടെ നോട്ടുകളും എല്ലാ നാണയങ്ങളും നിയമപരമായി നിലനിൽക്കുമെന്നും അവയെ ബാധിക്കില്ലെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഏകീകൃത കുർബാനയർപ്പണം നിലവിൽ വരുന്നതോടെ സത്യവിശ്വാസികളുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങളും സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിവാഹം, മാമോദിസ, മരിച്ചടക്ക് തുടങ്ങിയ ചില്ലറ നാണയങ്ങൾ നിലനിൽക്കുമെന്നും കുർബാനയിലെ മാറ്റം അവയെ ബാധിക്കില്ലെന്നും ഞങ്ങൾ ഉറപ്പു തരുന്നു. വരും ദിവസങ്ങളിൽ പൗരന്മാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എങ്കിലും അത് കുറയ്ക്കാനായിട്ടാണ് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നത്. 2 മാസത്തെ സമയത്തിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ട പൗരന്മാരെ, രാജ്യത്തിന്റെ ക്ഷേമത്തിനായി നിങ്ങൾ കുറച്ച് സഹിക്കണം, ഇതിൽ സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ മാറ്റം നടപ്പിലായി കഴിഞ്ഞ് നിരോധിച്ച നോട്ടുകൾ കൈവശം വെക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കപ്പെടും എന്നുകൂടി അറിയിക്കണം. ഘട്ടം ഘട്ടമായി നടപ്പിൽ വരുന്ന ഏകീകൃത കുർബാന 2024 ജൂലൈ 3 മുതൽ ഈ സഭയിൽ പൂർണ്ണമായി നടപ്പിലാക്കുന്നതാണ്. അതിനുശേഷം മറ്റു തരത്തിലുള്ള കുർബാന അർപ്പിക്കുന്ന വൈദികർ അതിനാൽ തന്നെ ശിക്ഷാർഹരാണെന്നും ശീശ്മയിൽപ്പെട്ട സഭയ്ക്ക് പുറത്താകുമെന്നും ഞങ്ങൾ സ്നേഹത്തോടെ അറിയിക്കുക. സത്യസന്ധതയില്ലായ്മയെയും സൗകര്യക്കുറവുകളെയും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ സാധാരണ പൗരന്മാർ എപ്പോഴും അസൗകര്യങ്ങൾ സഹിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് സത്യസന്ധതയോട് മമതയില്ല. നമ്മുടെ രാജ്യത്തെ ശുദ്ധീകരിക്കാനുള്ള ഈ മഹത്തായ ത്യാഗത്തിന് നിങ്ങളുടെ സംഭാവന നൽകാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ. നമുക്ക് താൽക്കാലിക ബുദ്ധിമുട്ടുകൾ അവഗണിക്കാം. നമ്മുടെ സഭയെ ശുദ്ധീകരിക്കാനുള്ള ഒരു മഹാസമരത്തിൽ പങ്കുചേരുമ്പോൾ സത്യവിശ്വാസവും അനുദിന ക്ലേശങ്ങളും തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നേക്കാം. പക്ഷേ അനുദിന ബുദ്ധിമുട്ടുകൾ മറന്ന് സത്യവിശ്വാസത്തിനായി നിലകൊള്ളാൻ, ഒന്നുചേരാൻ വിശ്വാസികൾ ഞങ്ങൾ ക്ഷണിക്കുന്നു. സമഗ്രതയുടെയും വിശ്വാസ്യതയുടെയും ഈ ഉത്സവത്തിൽ നമുക്കും പങ്കുചേരാം. വരും തലമുറകളെ അവരുടെ ജീവിതം അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് പ്രാപ്തരാക്കാം. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ നമുക്ക് പോരാടാം. വിശ്വാസത്തിന്റെ ഈ മഹായജ്ഞത്തിൽ രക്തസാക്ഷികളുടെ തീക്ഷ്ണതയോടെ നമുക്ക് പങ്കുചേരാം. ഭിന്നതകളും സ്വാർത്ഥ താല്പര്യങ്ങളും വെടിഞ്ഞ് സഭയോടൊപ്പം നിൽക്കാം. ഏകീകൃത കുർബാനയ്ക്ക് മാത്രമേ സാധുതയുള്ളൂവെന്നും സഭ വിലക്കിയ കുർബാന ചൊല്ലുന്നതും അതിൽ പങ്കെടുക്കുന്നതും പാപമാണെന്നും ഓർക്കുക.
കുർബാനയില്ലാതെ നടത്തിയ ദേവാലയ പ്രതിഷ്ഠകൾ സഭാ നിയമമനുസരിച്ച് അസാധുവും അപൂർണവുമാണെന്നും അറിഞ്ഞിരിക്കുക. ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ 3 ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കപ്പെടും എന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു. ഈ വൈദികർക്ക് 2024 ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിലെ 125 കോടി ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. രാജ്യം വിജയം നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വളരെ നന്ദി. നമസ്കാരം. ഭാരത് മാതാ കി ജയ്. സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂട്ടായ്മ ലംഘിക്കപ്പെട്ടാൽ, വാഴ്ത്തപ്പെട്ട കൂദാശയെ അനാദരിച്ചാൽ, വഴക്കും ബഹളവും ഉണ്ടായാൽ എങ്ങനെയാണ് ദിവ്യകാരുണ്യ ആരാധന നടക്കുക? ജാഗ്രത പാലിക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. പിശാച് നിങ്ങളെ ഒരു വിഭാഗമാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു സഭയാണ്, ഒരു വിഭാഗമായി മാറരുത്. കർത്താവ് പ്രകടിപ്പിച്ച ഏറ്റവും ഹൃദയംഗമമായ ആഗ്രഹം അവന്റെ ശിഷ്യന്മാർ ഭിന്നത കൂടാതെ കൂട്ടായ്മ ലംഘിക്കാതെ ഒന്നായിരിക്കുക എന്നായിരുന്നു. ഇക്കാരണത്താൽ ഐക്യം കാത്തുസൂക്ഷിക്കുക എന്നത് ഭക്തി നിർഭരമായ ഒരു പ്രബോധനം മാത്രമല്ല, മറിച്ച് ഒരു കടമയാണ്. പ്രത്യേകിച്ച് അനുസരണം വാഗ്ദാനം ചെയ്തിട്ടുള്ള പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ ദാനധർമ്മത്തിന്റെയും സൗമ്യതയുടെയും മാതൃക പ്രതീക്ഷിക്കുന്നവരായിരിക്കുമ്പോൾ. ആകയാൽ നിങ്ങൾ ഒരു കാര്യം വിസ്മരിക്കരുത്. ഐക്യമാണ് സഭയുടെ ശക്തി. സ്നേഹവും ത്യാഗവും സത്യവുമാണ് സഭയുടെ ജീവൻ. നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. സഭ വിലക്കിയ കുർബാനയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. ഈ സഭയിലെ 55 ലക്ഷം വിശ്വാസികളിൽ എനിക്ക് വിശ്വാസമുണ്ട്. സഭയിലും കർത്താവിലുമാണ് നമ്മുടെ ആശ്രയം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ ദിവസം കൊണ്ട് കറൻസി നോട്ടുകൾ അസാധുവായതുപോലെ, അത് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമായതുപോലെ, ഒരൊറ്റ ദിവസം കൊണ്ട് ജനാഭിമുഖ കുർബാന അസാധുവാകുന്നു. അത് ചൊല്ലുന്നതും അതിൽ പങ്കെടുക്കുന്നതും കുറ്റമാകുന്നു എന്ന് നമുക്ക് ഓർത്തിരിക്കാം.